നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഒരു ക്ഷേത്ര പുരാണത്തെ പറ്റിയാണ് കേട്ടോ. ക്ഷേത്ര പുരാണം എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ, അതായത് എൻ്റെ പത്തനംതിട്ട ജില്ലയിലെ അതിപ്രശസ്തമായ എന്നാൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തെ പറ്റിയാണ്. ശബരിമലയോട് സാമ്യമുള്ള പുത്തൻ ശബരിമല എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് വീഡിയോ കാണും. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ഒന്ന് ഷെയർ കൊടുക്കുക. കലിയുഗവരതനായ ധർമ്മശാസ്താവ് കുടികൊള്ളുന്ന 18 പടികളുള്ള പുത്തൻ ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനം സാധ്യമാണ് എന്നതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കും റാന്നിക്കും ഇടയിലുള്ള കടയാർ കാണിക്കമണ്ഡപം ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി ചെറുകോൽപ്പുഴ കോഴഞ്ചേരി റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് പുത്തൻ ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനാവും. ക്ഷേത്രത്തിലേക്ക് പോകുവാനായിട്ട് ഇവിടെ നിന്നും നമുക്ക് ഓട്ടോ സൗകര്യം ലഭ്യമാണ്. ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 18 പടികളുള്ള ഏക ക്ഷേത്രവും കൂടിയാണ് പുത്തൻ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശബരിമലയിലെ 18 പടികളുടെ അതേ അളവിൽ തന്നെയാണ് ഇവിടെയും 18 പടികളുടെ നിർമ്മാണം. 18 പടിയുടെ ഇരുവശങ്ങളിലുമായി വലിയ കടുത്ത സ്വാമിയെയും കറുപ്പൻ സ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശബരിമലയിലെ പോലെ തന്നെ വ്രതാനുഷ്ഠാനങ്ങളുമായി ഇരുമുടിക്കെട്ടുമായി മാത്രമേ 18 പടി കയറി ഇവിടെയും ഭഗവാനെ ദർശിക്കുവാനായിട്ട് ഭക്തന്മാർക്ക് സാധിക്കുകയുള്ളൂ. 18 പടിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ നമുക്ക് ഏത് പ്രായത്തിലുള്ള സ്ത്രീജനങ്ങൾക്കും ഭക്തന്മാർക്കും ഭഗവാനെ കണ്ട് ദർശന സായുജ്യമടയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോഴ് പുലിപ്പാലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുലിയെ അന്വേഷിച്ച് വന്നപ്പോൾ ഇവിടെ വിശ്രമിച്ച സ്ഥലമാണ് ഈ പുത്തൻ ശബരിമല എന്ന് പറയുന്നത്. പിന്നെ പുത്തൻ ശബരിമല എന്ന് മാത്രം പേര് കിട്ടാൻ കാരണം ശബരിമല ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ അമ്പലം ഉണ്ടായിരുന്നു, ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് പിന്നെ നടവഴി ഉണ്ടായിരുന്നു. നടവഴി എന്ന് പറഞ്ഞാൽ തളക്കല്ല് ചുറ്റിനും ഉണ്ടായിരുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെ തറ പോലെ ഇവിടെ തോന്നിക്കുമായിരുന്നു. അത് പുരോഗമിച്ചത് കുറെ ആയുള്ളൂ. അതുകൊണ്ടാണ് പുത്തൻ ശബരിമല എന്ന് പേര് വരാൻ കാരണം. ഇവിടെ മലങ്കോട്ടക്കാവുണ്ട്, ഇതിൻ്റെ കിഴക്കാണ്. അവിടെ ഋഷീശ്വരന്മാരൊക്കെ തപസ് ചെയ്ത സ്ഥലമാണ്. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഒരു ഓല കൊണ്ടൊരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു. അവിടെ അയ്യപ്പൻ്റെ ശിലാവിഗ്രഹത്തിൻ്റെ മടക്കിയ കാലും 2 കൈയും ഈ വയറിൻ്റെ ഭാഗമൊക്കെ പല കഷണങ്ങളാക്കി കിണറ്റിൽ നിന്ന് കിട്ടിയതാണ്. പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയാണ് ഇവിടെ വെച്ച് ഒരു സ്വാമി പൂജിച്ചുകൊണ്ടിരുന്നത്. പഴയ കാലത്തെ തീവെട്ടിക്കൊള്ളക്കാര് തച്ചുടച്ച ഇവിടുത്തെ മുതലുമെല്ലാം അപഹരിച്ച് കൊണ്ടുപോയപ്പോൾ ഇതാ കിണറ്റിലിട്ട് മൂടിയെന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് വന്ന് തൊഴാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ പടി ചവിട്ടുക ശബരിമലയെ പോലെ പറ്റത്തുള്ളൂ. 10 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സിനുള്ളിൽ ഒരു സ്ത്രീകൾക്കും ഇരുമുടിക്കെട്ടുമായിട്ട് പടി ചവിട്ടാൻ സാധ്യമല്ല. ശബരിമലയെ പോലെ തന്നെയാണ് ഇവിടെ. പിന്നെ ദീപാരാധന തൊഴാനും അല്ലാതെ തൊഴാനും ഒക്കെ സ്ത്രീകൾ ധാരാളം വരുന്നുണ്ട്. ഈ ശബരിമല പോലെ തന്നെ മകരവിളക്കും അതുപോലെ തന്നെ ശബരിമല തന്ത്രി രാജീവരാണ്. ഇവിടുത്തെ തന്ത്രി രാജീവര് തന്നെ. ഇപ്പോൾ ദൂരദേശത്തുനിന്ന് ഇന്നലെയും മധുരയിൽ നിന്ന് ഇവിടെ അയ്യപ്പന്മാരെ കാറെ വന്ന് രാവിലെയാണ്. പുത്തൻ ശബരിമലയെ പറ്റി കേട്ടറിഞ്ഞ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും പോലും ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിനായിട്ട് പോകുന്ന വഴി പുത്തൻ ശബരിമലയെത്തി 18 പടി കയറി ഭഗവാനെ ദർശിച്ചതിന് ശേഷമാണ് തിരികെ മടങ്ങുന്നത്. ഇനി നമ്മൾ പോകുന്നത് മലങ്കോട്ടക്കാവിലേക്കാണ്. പുത്തൻ ശബരിമല ക്ഷേത്രവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലം കൂടിയാണ് മലങ്കോട്ടക്കാവ്. ഋഷീശ്വരന്മാർ പണ്ട് തപസ്സിരുന്ന സ്ഥലം കൂടിയാണ് മലങ്കോട്ടക്കാവ്. ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇനി നമുക്കൊന്ന് കാണാം. ഈ മലങ്കോട്ടക്കാവ് നേരത്തെ അമ്പലമായിട്ടുണ്ടായിരുന്നു അപ്പച്ചായത്? ഉണ്ടായിരുന്നല്ലേ? ഇല്ലായിരുന്നു. അമ്പലം കാണില്ല, കാവ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മലങ്കോട്ടക്കാവിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ വനത്തിനുള്ളിൽ കൂടി സഞ്ചരിക്കുന്ന അതേ പ്രതീതി. നല്ല പോസിറ്റീവ് എനർജിയാണ് ഈ പരിസരത്ത് എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കാവുകളും മറ്റും മനുഷ്യ സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഘടകങ്ങൾ കൂടിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെച്ചാരാധന നടത്തിപ്പോന്നിരുന്ന ഒരു സ്ഥലമാണ് മലങ്കോട്ടക്കാവ്. ഇത് മലങ്കോട്ടക്കാവ് മലയച്ചൻ്റെ അധിവാസം എല്ലാവരെയും സംരക്ഷിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ 16 സെൻറ്റ് സ്ഥലമാണിത്. ഇവിടെ സർവശക്തി ഉണ്ട് മലയച്ചൻ്റെ. പിന്നെ വനദുർഗ, പിന്നെ ഭദ്രകാളിയമ്മ, നാഗരാജാവും നാഗേശി. 18 പടിയുള്ള പിന്നെ ഉള്ള ക്ഷേത്രം കേരളത്തിൽ പുത്തൻ ശബരിമല മാത്രമേ ഉള്ളൂ.
അതേ അളവിനും അതേ തൂക്കത്തിനും പണിത പടികളാണ് 18 പടി. ശബരിമല പോലെ തന്നെ തെക്ക് 5 കിലോമീറ്ററേ ഉള്ളൂ പമ്പ. ശബരിമലയിൽ നിന്ന് പമ്പയിൽ നിന്ന് ശബരിമലയ്ക്ക് 5 കിലോമീറ്ററേ ഉള്ളൂ. ഒരുപാട് ദൂരം കൊടുമ്പനത്തിലൂടെ യാത്ര ചെയ്ത് ഒരു ആരാധനാ സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള അതേ അനുഭവം തന്നെയാണ് മലങ്കോട്ടക്കാവിലെത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടാനാകുന്നത്. മകരവിളക്കുമായി ബന്ധപ്പെട്ട് ശബരിമലയിലേതുപോലെ തന്നെ 18-ാം പടി പൂജയും ക്ഷേത്ര പ്രധാന തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ നടത്തപ്പെടാറുണ്ട്. നമ്മുടെ പുത്തൻ ശബരിമലയും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ കൂടി ചെയ്തേക്ക്.